ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രകമ്പനം കൊള്ളിച്ചു മുഴക്കിയ ഷഹീദ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബൊളീവിയൻ കാടുകളിൽ സാമ്രാജ്യത്വത്തിനെതിരെ വിമോചനത്തിന്റെ മുദ്രാവാക്യം മുഴക്കിയ ചെഗുവേരയുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് സംസാരിച്ച വിമോചനത്തിന്റെ മുദ്രാവാക്യം സംസാരിച്ച മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ, നിങ്ങളാരും തമ്പ്രാനെ തമ്പ്രാൻ എന്ന് വിളിക്കരുത്, ആരുടെ മുന്നിലും കുനിഞ്ഞു നിൽക്കരുത്, ആരുടെ എച്ചിലും ഭക്ഷിക്കരുത്, ആര് വരുമ്പോഴും നിങ്ങൾ വഴിമാറി സഞ്ചരിക്കരുത് എന്ന് മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾക്ക് മമ്പുറം പള്ളിയിൽ നിന്ന് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോട് ആത്മാഭിമാനത്തിന്റെ ഒരു പ്രഭാഷണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ച ഒരു ഫിലോസഫി കാറൽ മാർക്സ് പോലും സ്വപ്നം കാണുന്നതിന് മുമ്പ് ലോകത്ത് ഉദയം ചെയ്തതാണ്. ആ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് വിമോചനത്തെ കുറിച്ച് സംസാരിക്കാൻ പ്രവാചകന്മാർ സാധ്യമാക്കിയ വിമോചനം ലോകം തേടിപ്പിടിച്ച ദുരിതബാധിത പ്രദേശങ്ങളിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ആ ഫീച്ചറിൽ പല ആളുകളും പേരെടുത്ത് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഞങ്ങളിന്ന് ജീവിച്ചിരിക്കാനുള്ള കാരണം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണെന്ന് അവരെടുത്തു പറയുകയാണ്. ഇത് കേരളത്തിലെ ഒരു യുവജന സംഘടനക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് മാത്രമാണ്. മറ്റേത് യുവജന പ്രസ്ഥാനവും എൻ്റെ അച്ഛനെ ഇല്ലാതെയാക്കിയത്, എൻ്റെ അമ്മ ഇല്ലാതെയാക്കിയത്, എൻ്റെ മക്കളെ അനാഥയാക്കിയത്, എന്നെ വിധവയാക്കിയത്, ഇന്ന പ്രസ്ഥാനങ്ങളാണ് എന്ന് പറയുന്നിടത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കാൻ കാരണം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ് എന്ന് പറയുന്നത് ഒരു യുവജന പ്രസ്ഥാനത്തിന് കിട്ടുന്ന വലിയ അംഗീകാരമാണ്. നമുക്കറിയാവുന്നതുപോലെ ക്ഷുഭിത യൗവനങ്ങളുടെ തീക്ഷ്ണമായ സമരകാലങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇന്നതെല്ലാം ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ നാമമായി മാത്രം പരിമിതപ്പെട്ടിരിക്കുകയാണ്. വെയിറ്റിംഗ് ഷെഡുകളിൽ മാത്രമാണെന്ന് DYFI നമ്മൾ കാണുന്നത്, സമരഭൂമികളിലല്ല. രക്തദാന ക്യാമ്പുകളിൽ മാത്രമാണ് സാമൂഹ്യ പ്രവർത്തനമായി അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു കരുത്തുള്ള ആദർശത്തിന്റെ പിൻബലത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുവജന പ്രസ്ഥാനമാണ്. അത് ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ആശയം ഇസ്ലാമാണ്. അതിലൊരു കോംപ്രമൈസ് ഇല്ലാതെ അത് കേരളത്തിലെ തുറന്നു പറഞ്ഞ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിൽ ഒളിച്ചു കടത്തലില്ല. പക്ഷെ ഒളിച്ചു കടത്തുന്നവരും മുഖമൂടിയുള്ളവരും കേരളത്തിൽ ധാരാളമുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രസമ്മേളനങ്ങളിലൂടെ നമ്മൾ കണ്ടത്. ഞങ്ങൾ മതവിശ്വാസികൾക്കും മെമ്പർഷിപ്പ് നൽകുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. മതവിശ്വാസികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ അവരെ മതവിശ്വാസത്തെ എങ്ങനെയാണ് പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു ഉത്തരവുമില്ല. എന്നു മാത്രമല്ല, മതവിശ്വാസത്തെ സാക്ഷാത്കരിക്കുവാനും മതവിശ്വാസത്തെ അതിൻ്റെ അർത്ഥത്തിൽ പ്രതിനിധീകരിക്കാനും കഴിയുന്ന ഒരു ഫിലോസഫി അല്ല കമ്മ്യൂണിസം എന്നത് കമ്മ്യൂണിസത്തെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തുറന്ന് കേരളത്തോട് പറയണം, ഞങ്ങൾ മതവിശ്വാസത്തെ അംഗീകരിക്കുന്നുവെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അല്ലെങ്കിൽ മതവിശ്വാസികളായ ഒരാളെ മതവിശ്വാസികളായി സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് കഴിയില്ല എന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണം. ഇത് രണ്ടും കാണിക്കാതെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ അരനൂറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം മുഖമൂടിയുടെയും ഒളിച്ചുകടത്തലിന്റെയും അതുപോലെ തന്നെ ഒളി അജണ്ടകളുടെയും പാറ്റന്റ് നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനുമാണ് എന്നൊരു വിരോധം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ സോളിഡാരിറ്റി ഒളിച്ചു കടത്തുകയാണ്, ഒളി അജണ്ടയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുഖമൂടി അണിഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ പരിസ്ഥിതിയെ കുറിച്ച് സംസാരിക്കുന്നത്, കേരളത്തിന്റെ അതുപോലെ തന്നെ വികസനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്, മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ലോകം കേൾക്കുന്നതിന് മുമ്പ്
അറഫ മൈതാനിയിൽ അനേകം മനുഷ്യരെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ച ഒരു ദർശനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് പൗരാവകാശത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും ലോകത്ത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിന്റെ തെരുവുകളിൽ സംസാരിച്ചത്. വികസനം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളയെ കുറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സംസാരിക്കുന്നുണ്ടെങ്കിലും മുമ്പ് യഥാർത്ഥത്തിൽ എക്സ്പ്രസ് ഹൈവേ അടക്കമുള്ള റോഡുകളുടെ കാര്യങ്ങളിൽ അവർ പുലർത്തിയ സമീപനം നമുക്കറിയാവുന്നതാണ്. അവർ തന്നെ ഒരു പ്രമേയം പാസാക്കിയിരുന്നു, കേരളത്തിന്റെ റോഡുകളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ മതമൗലികവാദികൾ ശക്തിപ്പെടുമെന്നതാണ്. അപ്പൊ കേരളത്തിലെ റോഡിന്റെ കാര്യത്തിലും കേരളത്തിലെ വൈദ്യുതിയുടെ കാര്യത്തിലും കേരളത്തിന്റെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും ഫെയ്ത്തിന്, വിശ്വാസത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടെന്ന് കേരളത്തിന്റെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആർജവത്തിന്റെ പേരാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് റോഡിനെ കുറിച്ച് സംസാരിക്കാം, വിശ്വാസം എന്ന് പറയുന്നത് കേരളത്തിന്റെ പരിസ്ഥിതിയെ കുറിച്ച് സംസാരിക്കാം, വികസനങ്ങളെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ഒരു കാറ്റഗറി കേരളത്തിന് പരിചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസാധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രത്തെ കേരളത്തിന്റെ തെരുവിനും കേരളത്തിന്റെ പൊതുബോധത്തിനും കേരളത്തിന്റെ യുവത്വത്തിനും പരിചയപ്പെടുത്തിയ നാമമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോളിഡാരിറ്റിയുടെ ഓരോ നിലപാടുകളും ഫെയ്ത്താണ്, ഈമാനാണ്, വിശ്വാസമാണ്. ഏത് വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ? നമുക്കറിയാം, യൂറോപ്പിന്റെ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പര്യാപ്തമാക്കിയ, അതുപോലെ തന്നെ ലോകത്തിന് എല്ലാ കടന്നു ചെന്നിടത്തെല്ലാം ലോകത്തെ പ്രക്ഷോഭിതമാക്കിയ അന്ദുലസിനെയും ബഗ്ദാദിനെയും അതുപോലെ തന്നെ കൈറോയെയും ദമസ്കസിനെയും എല്ലാം സൃഷ്ടിച്ചെടുത്ത ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഈ ലോകത്തുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ, ലോകത്ത് കടന്നു ചെന്നിടത്തെല്ലാം പ്രക്ഷോഭിതമാക്കിയ ഒരു നാഗരികതയെ സൃഷ്ടിച്ച ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ പ്രശ്നങ്ങളെ സുതാര്യമായ കണ്ണിലൂടെ അതുപോലെ നിർഭയത്വമായി വിളിച്ചു പറയാൻ സന്നദ്ധമായ ഒരു പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ, കേരളത്തിന്റെ സാമൂഹിക മതമണ്ഡലത്തിൽ വേറിട്ട ഒരു ഐഡന്റിറ്റി പരിചയപ്പെടുത്തിയതാണ് എന്ന് ഒരുപക്ഷെ പല ആളുകൾക്കും തോന്നാവുന്നത് പോലെ വിചിത്രമായ ഒരു മതബോധത്തെ, പരിചയമില്ലാത്ത ഒരു മതബോധത്തെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് സന്നിവേശിപ്പിച്ച ഒന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പതിറ്റാണ്ടുകളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിലെ നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് സോളിഡാരിറ്റിയുടെ മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത് വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്, അതുപോലെ തന്നെ വിമോചനത്തെ കുറിച്ചാണ് പറയുന്നത്. ഏത് വിമോചനമാണ്? ലോകത്തെ ദുർബലരും മതസ്ഥിതരുമായ ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തുകയും അവർക്ക് മനുഷ്യൻ എന്ന പദവി സംഭാവന നൽകുകയും ചെയ്ത ഒരു ആദർശമുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയമാണ്. യാ അയ്യുഹന്നാസ് എന്ന് ലോകത്തെ വിളിച്ച ഒരൊറ്റ പ്രത്യയശാസ്ത്രമേ ഉള്ളൂ, അത് ഇസ്ലാമാണ്, വിശുദ്ധ ഇസ്ലാമാണ്. ജനങ്ങളെ എന്ന് വിളിക്കുകയാണ്. അധികാരത്തിന്റെ ഉങ്കിൽ, വരേണ്യതയുടെ ഉങ്കിൽ കഴിയുന്ന ആളുകളെ മനുഷ്യൻ എന്ന പദവിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുവാൻ, അതുപോലെ അധസ്ഥിതരും ദുർബലരുമായ ജനവിഭാഗത്തെ മനുഷ്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മാനുഷികമായ രീതിയിൽ മനുഷ്യ ലോകത്തെ മാനവികമായ രീതിയിൽ അടയാളപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം വിളിച്ചത് തൊഴിലാളികളെയാണ്, മുതലാളിമാരെ വിളിച്ചതാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛയെയും മനുഷ്യന്റെ അവന്റെ ബുദ്ധിയെയും അവന്റെ വിവരത്തെയും മാത്രം ആസ്പദമാക്കി ലോകത്തൊന്നും നയിച്ച സിദ്ധാന്തങ്ങൾ വേറെയുമുണ്ട്. മനുഷ്യൻ എന്ന കാറ്റഗറി ലോകത്ത് പഠിപ്പിച്ച ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവൻ ഒരു വിലയില്ലാത്ത നടുത്തളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് കുരുവിയുടെ ജീവന്റെ വിലയെ കുറിച്ച് സംസാരിച്ച, മരത്തിന് കല്ലെറിയരുത് എന്ന് പഠിപ്പിച്ച ഒരു ദർശനമുണ്ട്. ആ ദർശനമാണ് കേരളയിൽ വരുമ്പോൾ ഇത്ര ഹെക്ടർ സ്ഥലം നഷ്ടപ്പെടുമെന്നും ഇത്ര മരങ്ങളില്ലാതെയാവുമെന്നും 51 ലക്ഷം ലോഡ് മണ്ണുകൾ അത് തികക്കാൻ കേരളത്തിൽ ഒരു മലക്കും സാധ്യമല്ല എന്നും വിളിച്ചു പറയാൻ കഴിയുന്നത് മരത്തിന് കല്ലെറിയരുത്, മരത്തിനും ജീവനുണ്ടെന്ന് പഠിപ്പിച്ച ഒരു ആദർശത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആദർശത്തെ പണ്ട് മുതലേ വിലയിരുത്തുന്നതിൽ കേരളത്തിന്റെ ബുദ്ധിജീവികൾ, കേരളത്തിന്റെ ദാർശനികർ, കേരളത്തിന്റെ വിചിത്ര മതേതര ബോധത്തെ പ്രതിനിധീകരിക്കുന്ന വിചിത്ര
വിചിത്ര മതനിരപേക്ഷതയുടെ പേറ്റന്റ് എടുത്ത ഇടതുപക്ഷ സമൂഹങ്ങൾ എല്ലാവർക്കും പിഴച്ചിട്ടുണ്ട്. 921 ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതിനെങ്ങനെ വിലയിരുത്തി എന്നതിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. എങ്ങനെ ഒരു മതം ഒരു പൊതുസമൂഹത്തിലും പൊതുവിഷയത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളെയും നിർണ്ണയിക്കുന്നതിൽ മതത്തിന് പങ്കുണ്ടോ, അത് തീവ്രവാദമാവാതെ തരമില്ല എന്നും ഭീകരമാവാതെ തരമില്ല എന്നും നിർണയിച്ച ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ടാണ് ഇന്നും വിചിത്ര മതനിരപേക്ഷതയുടെ ആളുകളായ ഇടതുപക്ഷ സമൂഹം കേരളത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ കുറിച്ച് തന്നെ അവർ പറയുന്നത് നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ്. മലപ്പുറത്തുകാർ എന്ന് പറയുന്ന പ്രയോഗം തീവ്രവാദം എന്ന് പറയുന്നതിന്റെ പര്യായമാണ്. അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ അതിനെ തിളച്ചു മറിയുന്ന ഒരു ലാവയാണ്. പൊട്ടിത്തെറിക്കാൻ ഏത് സന്ദർഭത്തിലും സന്നാഹപ്പെട്ടു നിൽക്കുന്ന ഒരു ജനസമൂഹമാണ്. അതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയത് ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ സാന്നിധ്യം ഏത് സമൂഹത്തിനെയാണ് ബാലൻസ് ചെയ്ത് നിർത്തിയതെന്ന് ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. വെസ്റ്റ് ബംഗാൾ 30 കൊല്ലം ഭരിച്ചവരാണ് നിങ്ങൾ. 30 കൊല്ലം വെസ്റ്റ് ബംഗാൾ ഭരിച്ച സന്ദർഭത്തിൽ ജ്യോതി ബസു എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ജ്യോതി ബസുവിനെ കുറിച്ച് നമ്മൾ കേട്ടത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും എന്നർത്ഥത്തിലാണ്. 15,000 ആളുകളെ കൊന്നൊടുക്കിയ ഒരു ആചാര്യനാണ് ജ്യോതി ബസു എന്ന് പറയുന്നത്. 15,000 ദലിതരെയും ആദിവാസികളെയും കൊന്നൊടുക്കി വെട്ടിനുറുക്കി അവരെ വനത്തിലെ നരഭോജികളായ കടുവകൾക്ക് ഭക്ഷിക്കാനിട്ട് കൊടുത്ത് അതിൽ ആഹ്ലാദ നൃത്തം ചവിട്ടിയ ഒരു ദർശനികനാണ്, ഒരു ഭരണാധികാരിയാണ് ജ്യോതി ബസു എന്ന് പറയുന്നത്. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് 2 മക്കളെ കശാപ്പ് ചെയ്ത് ആ മക്കളുടെ രക്തം കുഴച്ച ഭക്ഷണം ഒരു അമ്മയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഭക്ഷിപ്പിക്കുവാൻ പര്യാപ്തമാക്കിയ ഇന്ത്യയിലെ ഒരു ദർശനമാണ് CPM എന്ന് പറയുന്ന ദർശനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനുഷ്യത്വത്തെ കുറിച്ച്, അതുപോലെ തന്നെ കാരുണ്യത്തെ കുറിച്ച്, മതനിരപേക്ഷതയെ കുറിച്ച് അത് അവരുടെ ഒരു പേറ്റന്റ് ആയിട്ടാണ് അവർ പറയുന്നത്. ഈ രാജ്യത്തിലോ കേരളത്തിന്റെ തെരുവിലോ ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയാത്ത അത്രയും തകർന്നു പോയതാണ്. 1917 ബോൾഷെവിക് റവല്യൂഷനുകളുടെ കടന്നു വന്ന് 957 ആവുമ്പോഴേക്ക് തന്നെ പിന്നിക്കേറിയ ഒരു ദർശനമായിട്ടാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ അത് ഭരണാധികാരത്തിൽ വന്നത്. പിന്നിക്കേറിയ പത്രത്തിന് പാച്ച് വർക്ക് ചെയ്തത് ലിബറലിസത്തിലൂടെയാണ്, നവനാസ്തികതയിലൂടെയാണ്. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നവനാസ്തികതയിലേക്കും ലിബറലിസത്തിലേക്കും മുതലാളിത്തത്തിലേക്കുമുള്ള സെൻട്രൽ ഗേറ്റ് ആണ് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആദർശം യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെയും വിലയിരുത്തുന്നതിൽ വലിയ തോതിൽ പരാജയപ്പെട്ട ഒരു ആദർശമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമുക്കറിയാവുന്നതാണ് കേരളത്തിന്റെ തെരുവുകളിൽ ഈ യുവജന പ്രസ്ഥാനം ഉയർത്തിയ മുദ്രാവാക്യങ്ങളോട് ആശയപരമായി കലഹിക്കാതെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് അതിനടയാളപ്പെടുത്തുന്ന അത്യന്തം അപകടകരമായ പ്രവണതകളാണ് ഇടതുപക്ഷം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തി നോക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് യോഗി ആദിത്യനാഥ് നേരത്തെ UP-യിൽ നിന്ന് വന്ന ഡോക്ടർ കഫീൽ ഖാൻ നമ്മോട് സംസാരിച്ചതാണ്. യോഗി ആദിത്യനാഥിന് റഫറൻസ് ആവുന്ന കേരള സർക്കാർ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ലവ് ജിഹാദ് ഞാൻ പറഞ്ഞതല്ല, സഖാവ് അച്യുതാനന്ദൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇന്ന് സെൻട്രൽ വഖഫ് ആക്ട് എന്ന് പറയുന്നത് ഇന്ന് നരേന്ദ്രമോദി സർക്കാരും അതുപോലെ യോഗി ആദിത്യനാഥും കൈവെക്കാത്തതാണ്. സെൻട്രൽ വഖഫ് ആക്ടിൽ ഇന്നേ വരെ കൈവച്ചിട്ടില്ല. അത് കൈവെക്കാൻ അവർ ഇനി ചൂണ്ടുന്ന റഫറൻസ് ആയി മാറുന്നത് കേരളത്തിലെ വഖഫ് ബോർഡിന്റെ നിയമനം PSCക്ക് വിടണമെന്ന ഇടതുപക്ഷത്തിന്റെ സമീപനത്തെ ഒരു കാലത്ത് ഇനി യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും റഫറൻസ് ആയി സ്വീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. കേരളത്തിൽ ഇന്നൊരു വഖഫ് സംരക്ഷണ കൗൺസിൽ ഉണ്ട്. നമുക്ക് യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ അനേകം ഏക്കറുകൾ വഖഫ് സ്വത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തിരിച്ചുപിടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഏകദേശം അരനൂറ്റാണ്ടിലധികമായി വഖഫ് സ്വത്തുകൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ മുന്നോട്ട് പോയിട്ടില്ല. ഇനി അങ്ങനെ തിരിച്ചുപിടിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും ജമാഅത്തെ ഇസ്ലാമിയും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്കതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ വഖഫ് സംരക്ഷണ കൗൺസിൽ ഉണ്ടാക്കി മുസ്ലിം സമുദായത്തിലേക്ക് ഭിന്നിപ്പിന്റെ കുറുക്കു വഴികൾ തേടുന്ന നിങ്ങൾ വഖഫിനെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. 2500 ഏക്കർ വഖഫ് സ്വത്ത് ഇന്ത്യയിൽ കൈയേറ്റം ചെയ്തത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് മമതാ ബാനർജി അവിടെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക.
കൊണ്ടിരിക്കുകയാണ്. വഖഫ് കയ്യേറ്റം അവിടെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പല ഓഫീസുകളും CPIM-ന്റെ ഓഫീസുകളാണ്. ചിലത് രൂപം മാറി BJP-യുടെ ഓഫീസായിട്ടുണ്ട്. അത് അങ്ങനെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും കയ്യേറിയത് 2500 വഖഫ് ഏക്കർ സ്വത്തുക്കൾ കയ്യേറിയിരിക്കുകയാണ്. കേരളത്തിൽ വഖഫ് സംരക്ഷണ കൗൺസിൽ ഉണ്ടാക്കുകയും ആ വഖഫ് സംരക്ഷണ കൗൺസിൽ വരുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളെല്ലാം ആയത്തോതി പ്രസംഗിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ തെരുവിൽ വഖഫിന്റെ സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിക്കും സോളിഡാരിറ്റിക്കും കഴിഞ്ഞതിന്റെ പ്രതിഫലനമാണ് TK ഹംസ പോലും ഖുർആൻ ആയത്തോതി വഖഫ് സംരക്ഷണത്തെ കുറിച്ച് വാചാലനാവുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ചെയ്തത് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിലേക്ക് ഭിന്നിപ്പിന്റെ വിഷലിപ്തമായ അജണ്ടകളുമായി രംഗത്ത് വരികയാണ്. ഇടതുപക്ഷം കഴിഞ്ഞ ഭരണത്തിൽ തുടങ്ങിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സമുദായ ധ്രുവീകരണത്തിൻ്റെതാണ്. ഈ സമുദായങ്ങൾ ധ്രുവീകരിച്ച് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന മിച്ചധനം ഉപയോഗിച്ച് പാർട്ടി വളർത്താമെന്ന വ്യാമോഹത്തിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്നേഹബുദ്ധിയ നിങ്ങളോട് പറയാനുള്ളത്, ത്രിപുര നമ്മുടെ മുന്നിൽ സാക്ഷിയാണ്, വെസ്റ്റ് ബംഗാൾ നമ്മുടെ മുന്നിൽ സാക്ഷിയാണ്. വെസ്റ്റ് ബംഗാളിലെ എല്ലാ സഖാക്കളുടെ മുന്നിലും നിങ്ങൾ ഒന്നെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ BJP സ്വീകരിക്കുക, അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടുകൂടി CPM-ൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ ഓപ്ഷനെ 70% സഖാക്കളുടെ മുന്നിലും വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് BJP-യിലേക്ക് ചേക്കേറുക എന്നത് മാത്രമാണ്. BJP-യും ഞങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയാണ്, അതിർവരമ്പ് എവിടെയാണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ മാഞ്ഞു പോയിട്ടുണ്ടെന്ന് വെസ്റ്റ് ബംഗാൾ നമ്മുടെ മുന്നിൽ സാക്ഷിയാണ്. ത്രിപുരയിൽ സ്വന്തം ഓഫീസുകൾ അത് BJP-യുടെ ഓഫീസാവുവാൻ 24 മണിക്കൂർ പോലും തികച്ചു വേണ്ടി വന്നിരുന്നില്ല എന്നത് നമ്മുടെ മുന്നിൽ ചരിത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സാമുദായിക ധ്രുവീകരണത്തിന്റെ മിച്ചമൂല്യങ്ങൾ, മിച്ചധനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്ക് ശക്തിപ്പെടുത്താനാണ്, ആരെ വളർത്താനാണ്, ആരുടെ മുന്നിലേക്ക് സ്വന്തം അനുയായികൾ എറിഞ്ഞു കൊടുക്കാനാണ്. ഏതെങ്കിലും ഏരിയ കമ്മിറ്റി മാത്രം പ്രമേയം പാസാക്കിയാൽ തീരുന്നതല്ല നമ്മുടെ പാർട്ടിയിലുള്ള സംഘപരിവാറിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയാണ്. മുഖ്യധാരാ പാർട്ടികളൊന്നും പറയുന്നില്ല. പാറശാല കമ്മിറ്റിയാണ് ഒരു പ്രമേയം പാസാക്കിയത്. ചൈനയുടെ നിലപാട് ശരിയല്ല എന്നത് പാറശാല ഏരിയ കമ്മിറ്റിയുടെ പ്രമേയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് പാറശാല ലോകത്തെ എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും തുടക്കം മുതലേ പറഞ്ഞതാണ്. ചൈനയുടെ പ്രവൃത്തി ശരിയല്ല എന്നത്, ഉയ്ഗൂർ മുസ്ലിങ്ങളോട് അവർ ചെയ്യുന്നത്, ഉയ്ഗൂർ വംശജരോട് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട നൂറുകണക്കിന് പള്ളികളാണ്. അൽബേനിയെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ നമുക്കറിയാവുന്നതാണ് 1 ലക്ഷം മുസ്ലിങ്ങളെ മാത്രം തുർക്കുമാനിൽ കൊല്ല ചെയ്തത് നമുക്കറിയാം. 3 ലക്ഷം ആളുകളെ തുർക്കുമാനിൽ നാടുകടത്തിയ ചരിത്രം നമുക്കറിയാം. നൂറുകണക്കിന് പള്ളികളെ ബാറുകളും കുതിരാലയങ്ങളും അതുപോലെ തന്നെ തിയേറ്ററുകളുമാക്കി 5 പള്ളികളെ ഇന്നത്തെ ചൈന കഴിഞ്ഞ 5 മാസത്തിന് മുമ്പ് 5 പള്ളികൾ ചൈന ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ തകർത്ത് പബ്ലിക് ടോയ്ലറ്റുകൾ നിർമ്മിച്ച് അതിന്റെ മുകളിൽ എഴുതി വെച്ചു, പാർട്ടി അനുസരിക്കൂ എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നെഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവിടെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പ് നടക്കുകയാണ്. കണ്ടാൽ വിറക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഹിംസ പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈന എന്ന് പറയുന്നത്. അവിടെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പ് നടത്തി പുരുഷന്മാരെ, യുവാക്കളെ മുഴുവൻ റീ എഡ്യൂക്കേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ക്യാമ്പിൽ കൊണ്ടുപോകുന്നത് ഇതുപോലെ ഒരു കസേരയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് 24 മണിക്കൂർ അവരെ ബന്ധിപ്പിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് നൽകുന്നത്. അങ്ങനെ 15-10 മിനിറ്റ് മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു യഥാർത്ഥത്തിൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് തുല്യമായ റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ നടക്കുകയാണ്. എന്നിട്ട് റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകൾക്ക് യുവാക്കളെ നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടുപോയ വീട്ടിലേക്ക് ചൈനീസ് സൈന്യം വരികയാണ്. ഒരു സൈന്യത്തെ ഒരു വീട്ടിന് കാവൽ നിൽക്കുകയാണ്. എന്തിനാണ്? അവിടുത്തെ സ്ത്രീകളെ നിർബന്ധപൂർവ്വം അവരെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയാണ്. എന്നിട്ട് ഉയ്ഗൂർ മുസ്ലിങ്ങളിൽ ജനിക്കുന്ന കുട്ടിയെ ഹാൻ വംശീയതയിലേക്ക് സങ്കര പരിവർത്തനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഹീന പദ്ധതി ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. 2014 ചൈനീസ് ഗവൺമെന്റ് പുറത്തിറക്കിയ പ്രമേയമുണ്ട്, മസ്ജിദ് നിർമൂലന പദ്ധതി എന്നാണ് അതിന്റെ പദ്ധതി. മസ്ജിദുകൾ ഉയ്ഗൂർ പ്രവിശ്യയിൽ പാടില്ല എന്നതാണ്. 2016 ചൈനീസ് ഗവൺമെന്റ് പുറത്തിറക്കിയ നിയമമുണ്ട്, നോമ്പ് അനുഷ്ഠിക്കാൻ ഉയ്ഗൂർ വംശജർ അനുവദിക്കരുത് എന്നാണ്. നോമ്പ് പാടില്ല, പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല, പബ്ലിക്കിൽ നമസ്കരിക്കാൻ പാടില്ല, പള്ളി പാടില്ല എന്നൊക്കെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
തലശ്ശേരിയിലും കണ്ണൂരിലുമുള്ള ആളുകൾക്ക് കുറെ കൂടി അത് വിശദാംശങ്ങളോടുകൂടി മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ലോകത്ത് തകർക്കപ്പെട്ട 100-ലധികം പള്ളികൾക്ക് നഷ്ടപരിഹാരമായി തലശ്ശേരിയിലെ സഖാവ് കുഞ്ഞിരാമനെ മാത്രമാണ് ഉയർത്തിക്കാട്ടാനുണ്ടായിരുന്നത്. അതും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആവിയായി പോയ ഒരു ചരിത്രമായി കമ്മ്യൂണിസ്റ്റ് നിഘണ്ടു അവശേഷിച്ചിരിക്കുകയാണ്. തലശ്ശേരിയിലെ പള്ളി സംരക്ഷിക്കുവാൻ വേണ്ടി സഖാവ് കുഞ്ഞിരാമൻ കാവൽ നിന്ന ചരിത്രമാണ്. ഇതുവരെ നൂറുകണക്കിന് സോവിയറ്റ് യൂണിയൻ തകർത്ത പള്ളികളുടെ നഷ്ടപരിഹാരമായി കേരളത്തിൽ ഇങ്ങനെ ഇടക്കിടക്ക് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അതിന്റെ മുമ്പേ ഒരു കള്ളുഷാപ്പിൽ തർക്കമുണ്ടായി, കത്തിക്കുത്തുണ്ടായി മരിച്ച ഒരാളാണെന്ന് രേഖമൂലം ഈ അന്തരിച്ച PT തോമസ് നിയമസഭയിൽ ഉദ്ധരിച്ചതാണ്. വിധേയത്തിൽ കമ്മീഷൻ അങ്ങനത്തെ ഒരാളെ പേര് പോലുമില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നമുക്കറിയാം ഇന്നത്തെ സുരക്ഷാ ഉപദേഷ്ടാവ് യഥാർത്ഥത്തിൽ അജിത് ഡോവൽ. അന്ന് തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. അന്ന് അജിത് ഡോവൽ പിണറായി വിജയൻ സർക്കാരുമായി നടത്തിയ ഒരു അഗ്രിമെന്റ്, അന്നത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവുമായി നടത്തിയ അഗ്രിമെന്റ് ഉണ്ട്. ആ അഗ്രിമെന്റിന്റെ തുടർച്ചയാണ് ഇന്നും നാഗ്പൂർ ഓഫീസുകളിൽ നിന്ന് സർക്കുലറുകളായി, വിളിയാളമായി, കണ്ണുരുട്ടലായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നോ ഇന്നലെ ആരംഭിച്ച ലാവ്ലിൻ കേസിൽ തുടങ്ങുന്നതല്ല ഇടതുപക്ഷത്തിന്റെ ഈ വിധേയത്വം എന്ന് പറയുന്നത്. തലശ്ശേരിയിലെ കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകളുടെ ഉള്ളുകളിലേക്ക് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇത് ബോധ്യമാവുന്നതാണ്. അങ്ങനെ തുടങ്ങിയ കേരളീയ സമൂഹത്തോട്, കേരളത്തിലെ മതവിശ്വാസികളോട് ആർജവത്തോടുകൂടി അവർ തങ്ങൾ ചെയ്തതിനെ ഏറ്റുപറയാൻ ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി ചൈനീസ് ഗവൺമെന്റിനെ തള്ളി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. സോവിയറ്റ് യൂണിയന്റെ മധുപാടി നടക്കുന്നത് ഇന്ന് സാക്ഷാൽ മുഖ്യമന്ത്രിയാണ്. ഏത് സോവിയറ്റ് യൂണിയനാണ് പ്രിയപ്പെട്ടവരെ സഖാവ് സ്റ്റാലിൻ കൊന്നൊടുക്കിയത്? ഇത്ര കോടിയാണ് എന്നതിൽ മാത്രമേ തർക്കമുള്ളൂ. കോടി കൊന്നൊടുക്കി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ 9,43,00,000 മനുഷ്യരെ കൊന്ന ലോകത്തെ ഒരൊറ്റ പ്രത്യയശാസ്ത്രമേ ഉള്ളൂ, അത് കമ്മ്യൂണിസം എന്നാണ്. അതുകൊണ്ട് സമാധാനത്തിന്റെ, അതുപോലെ തന്നെ സമാധാനത്തിന്റെ, ശാന്തിയുടെ, സഹിഷ്ണുതയുടെ അവതാരകരായി കേരള രാഷ്ട്രീയത്തിൽ പുറംപൂച്ചുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സമാധാനത്തിന്റെ വേഷമണിഞ്ഞ് കേരളത്തിൽ സംസാരിക്കാൻ നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ ഭീകരവാദികളാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ ഭീകരവാദികൾ? സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആയുധമെടുത്തിട്ടുണ്ട്. പക്ഷെ അത് പാവപ്പെട്ട ഒരു അവരുടെ തറയിലേക്ക് ഒരു കൊത്ത് മണ്ണെടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആയുധമെടുത്തിട്ടില്ല. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ വടിയെടുത്തിട്ടുണ്ട്, ആയുധമെടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അത് പാവപ്പെട്ടവന്റെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ആയുധം കൊണ്ട് സ്വന്തം പാർട്ടിയുടെ തിണ്ണബലം ശക്തിപ്പെടുത്തിയ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുന്നത്, അതുപോലെ കാരുണ്യത്തിന്റെ പാഠങ്ങളെ നിവർത്തിയിട്ട് കേരളത്തിന്റെ തെരുവുകൾക്ക് അതൊരു പാഠമായി, സമരപാഠമായി, പോരാട്ടപാഠമായി, സേവന പാഠമായി കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാമൂഹ്യ യുവജന പ്രസ്ഥാനം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അതുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനോട് തർക്കിക്കാം, കലഹിക്കാം, പക്ഷേ അത് ആശയപരമാവുക. ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇന്ന് ലോകം തന്നെ പഠിച്ചിട്ടുണ്ട്. ഫെയ്ത്ത് ബേസ്ഡ് ഡെവലപ്മെന്റ് എന്നാണ്, വിശ്വാസാധിഷ്ഠിത വികസനം എന്നാണ്. തുർക്കി അതിന്റെ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. മലേഷ്യയും ഇന്തോനേഷ്യയും അതിന്റെ ഉദാഹരണങ്ങളായി അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. റോഡിനെ കുറിച്ചും വൈദ്യുതിയെ കുറിച്ചും നാടിന്റെ വികസനത്തെ കുറിച്ചും സാമ്പത്തിക നിലവാരങ്ങളെ കുറിച്ചും നിങ്ങൾ പറയുന്ന മതനിരപേക്ഷതയ്ക്ക് മാത്രമല്ല, സെക്യുലറിസത്തിന് മാത്രമല്ല, ഫെയ്ത്തിന്, വിശ്വാസത്തിന് ഇടമുണ്ട് എന്ന് ലോകം അംഗീകരിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ്, ആ ഫെയ്ത്തിനെയാണ്, ആ വിശ്വാസത്തെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ആത്മാഭിമാനത്തോടുകൂടി പതിറ്റാണ്ടുകളായി ഈ യൂത്ത് മൂവ്മെന്റ് ഉയർത്തിപ്പിടിക്കുന്നത്. അതിലോ ഒരു തരിമ്പും തലകുനിക്കാതെ മനുഷ്യന്റെ ഇഹവര മോചനത്തിന്റെ സാക്ഷാൽ ഘടകം നിദാനം ഇസ്ലാമാണ് എന്ന് കോംപ്രമൈസ് ഇല്ലാതെ കേരള സമൂഹത്തിന്റെ, കേരള രാഷ്ട്രീയത്തിലെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ യുവത്വത്തിന് ഈ മുദ്രാവാക്യം നൽകുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് അതിന്റെ സമ്മേളനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതിന്റെ സമ്മേളനം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ നേരത്തെ അടയാളപ്പെടുത്തിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്കെല്ലാം അതിൽ പങ്കാളികളായവരാണ്, നിങ്ങളെല്ലാവരും പങ്കാളികളായവരാണ്. ഞാനത് വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ സർഗാത്മക യുവജന പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന ഓരോ മുദ്രാവാക്യത്തിന്റെയും, കേരളത്തിന്റെ മതമണ്ഡലത്തിൽ ഉയർത്തുന്ന ഓരോ മുദ്രാവാക്യത്തിന്റെയും മുതുകുകൾ ഞെരിച്ച ഭൗതിക
പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് മനുഷ്യന്റെ പെരടിയെ മോചിപ്പിക്കാനുള്ള ആഹ്വാനങ്ങളാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തിയ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി 3000 കോടി രൂപയുടെ പ്രതിമ നിർമ്മിച്ചപ്പോ അതിൽ ആനന്ദത്തിൽ വികസനത്തിന്റെ അടയാളമായി ആ 3000 കോടി രൂപയുടെ പ്രതിമ അടയാളപ്പെടുത്തിയ ഒരു രാജ്യക്രമത്തിൽ നിന്ന് യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്നിതത്ത് പോയാൽ നാളെ ദൈവത്തിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ഉത്തരവാദിത്ത ബോധത്തിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിന്റെ മണ്ഡലത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ലോകത്തെ നാഗരികതയിലെ അതിന്റെ നെട്ടല്ലും അതിന്റെ അടിയാധാരവും അതിന്റെ ഈറ്റില്ലവുമായി വർത്തിച്ച ഒരാദർശമുണ്ട് പ്രിയപ്പെട്ടവരെ. ലോകത്ത് മനുഷ്യനെ മുഴുവൻ വിമോചിപ്പിക്കുവാൻ വേണ്ടി, അവന്റെ സമ്പൂർണ്ണ വിമോചനത്തിനു വേണ്ടി എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച എന്ന് പറഞ്ഞ ദുന്യാവിന്റെ കുടിസിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് ഭൗതിക ലോകത്തിന്റെയും പാരത്രിക ലോകത്തിന്റെയും വിശാലതയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരൊറ്റ ദർശനമേ ലോകത്തുള്ളൂ. അത് വിശുദ്ധ ഇസ്ലാമാണ്. ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കേരളീയ പൊതുമണ്ഡലത്തെ അഡ്രസ് ചെയ്യാൻ ഇന്നും തലകുനിക്കാത്ത ആത്മാഭിമാനത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പര്യായമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ചെറുപ്പത്തെ മലപ്പുറം ജില്ലയിലെ ചെറുപ്പത്തെ വിളിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ചെറുപ്പത്തെ ഈ ക്രിയാത്മകമായ സർഗാത്മകമായ പ്രവർത്തന രീതിയോട് ചേർന്ന് നിൽക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. മതത്തെ വിശ്വാസത്തിന്റെ കോട്ടക്കുന്ന് മൈതാനിയിൽ നിന്ന് നമുക്കറിയാവുന്നതുപോലെ നിങ്ങളെന്നെ വെടിവെക്കുകയാണെങ്കിൽ നെഞ്ചത്തേക്ക് വെടിവെക്കൂ, നിങ്ങളെന്നെ വെടിവെക്കുമ്പോൾ കണ്ണുകെട്ടരുതെന്ന് പറഞ്ഞ വിമോചനത്തിന്റെ മുദ്രാവാക്യം ഈ കോട്ടക്കുന്ന് മൈതാനിയെ മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രകമ്പനം കൊള്ളിച്ചു മുഴക്കിയ ഷഹീദ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബൊളീവിയൻ കാടുകളിൽ സാമ്രാജ്യത്വത്തിനെതിരെ വിമോചനത്തിന്റെ മുദ്രാവാക്യം മുഴക്കിയ ചെഗുവേരയുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് സംസാരിച്ച വിമോചനത്തിന്റെ മുദ്രാവാക്യം സംസാരിച്ച മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ നമുക്കറിയാവുന്നതാണ്. നിങ്ങളാരും തമ്പ്രാൻ എന്ന് വിളിക്കരുത്, ആരുടെ മുന്നിലും കുനിഞ്ഞു നിൽക്കരുത്, ആരുടെ അച്ചിലും ഭക്ഷിക്കരുത്, ആര് വരുമ്പോഴും നിങ്ങൾ വടിമാറി സഞ്ചരിക്കരുത് എന്ന് മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾക്ക് മമ്പുറം പള്ളിയിൽ നിന്ന് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോട് ആത്മാഭിമാനത്തിന്റെ ഒരു പ്രഭാഷണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ച ഒരു ഫിലോസഫി കാറൽ മാർക്സ് പോലും സ്വപ്നം കാണുന്നതിന് മുമ്പ് ലോകത്ത് ഉദയം ചെയ്തതാണ്. ആ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് വിമോചനത്തെ കുറിച്ച് സംസാരിക്കാൻ പ്രവാചകന്മാർ സാധ്യമാക്കിയ വിമോചനം, ലോകം തേടിപ്പിടിച്ച ഒരു വിമോചനത്തെ കുറിച്ച് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ ആശയത്തിന്റെ പിൻബലത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും അതിനെ ചേർത്ത് പിടിക്കാൻ, അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും പഠിക്കുവാനും നിങ്ങൾ സന്നദ്ധരാവുക. ഈ സമ്മേളനത്തിന്റെ ആഹ്വാനം എന്ന് പറയുന്നത് ഒരു ചെറുപ്പത്തിന്റെ ആത്മാഭിമാനത്തോടു കൂടി 2 കാലിൽ നെട്ടൽ നിവർത്തി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പത്തെ കേരളത്തിന്റെ തെരുവിന് ഇനി സമ്മാനിക്കാൻ കഴിയുക ഈ ആദർശത്തിനും ഈ യുവജന പ്രസ്ഥാനത്തിനും മാത്രമാണെന്ന പ്രഖ്യാപനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് ഈ പ്രഖ്യാപനത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളെവരും സന്നദ്ധരാവുക എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.